യെസ് ഗൈസ്, 10,000 രൂപയ്ക്ക് താഴെ 6000 mAh ബാറ്ററി ഉള്ള 5G സ്മാർട്ട് ഫോൺ. ഇതാണ് റിയൽമി C73. പക്ഷെ 10,000 രൂപയ്ക്ക് താഴെ ഇതാണോ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് ചോദിച്ചാൽ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സ്ക്രീൻ പ്രൊട്ടക്ടർ ഓൾറെഡി ഒട്ടിച്ചിട്ടുള്ള ഒരു 6.67 ഇഞ്ചിന്റെ LCD ഡിസ്പ്ലേ, പക്ഷേ HD ആണ്. ഇൻഡോറിൽ 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഓക്കെ ആണ്. ബട്ട് ഔട്ട്ഡോറിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ 625 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് കുറവാണ്. എങ്കിലും 120 ഹെർട്സിന് റിഫ്രഷ് റേറ്റ് ഉണ്ട്. ആൻഡ് താഴെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചിഹ്നം. ഒബ്വിയസ്ലി ബഡ്ജറ്റ് ഫോണാണ്. എങ്കിലും താഴെ വേറെ റേറ്റും ഉണ്ട്. നമ്മുടെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് കൊള്ളാം. ഹൈറസ് ഓഡിയോന്റെ സപ്പോർട്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട ഒരു IEM ഇല്ലേ, അത് വെച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി. പക്ഷെ താഴെ ഒരൊറ്റ സ്പീക്കറേ ഉള്ളൂ. ഇതാണ് ക്വാളിറ്റി. ബട്ട് സാധനം ലൈറ്റ് വെയിറ്റ് ആണ്. 197 ഗ്രാം മാത്രമാണ് വരുന്നത്. ബാക്ക് സൈഡ് മാറ്റ് ഫിനിഷ് ആണ്. ആൻഡ് 2 ക്യാമറ പോലെ തോന്നിക്കുമെങ്കിൽ രണ്ടാമത്തെ ക്യാമറയിലെ ലെൻസ് മാത്രമേ ഉള്ളൂ. സെൻസർ ഒന്നും കാണുന്നില്ല. ആദ്യത്തെ ഒരൊറ്റ ക്യാമറയേ ഉള്ളൂ 32 മെഗാ പിക്സലിന്റെ. ഈ കാണുന്ന പോലെയുള്ള ഫോട്ടോസ് ബഡ്ജറ്റ് ഫോണിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ ഫോട്ടോസ് ആണ് കിട്ടുന്നത്. എന്നാൽ സ്ക്രീൻ 720p ആണെങ്കിലും വീഡിയോ 1080p 30fps ഇതേപോലെ എടുക്കാൻ പറ്റും. 8 കോറുള്ള 6 നാനോമീറ്ററിന്റെ ചിപ്സെറ്റ്, MediaTek Dimensity 6300. 4GB LPDDR4X റാം ആണ് സ്റ്റാർട്ടിംഗ്. 6GB വേരിയന്റും ഉണ്ട്. പക്ഷേ ഈ 4GB റാമിനെ 8GB ആക്കി മാറ്റാം എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ തള്ള് അത് വേണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് സ്റ്റോറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 64GB അത് eMMC 5.1 സ്റ്റോറേജ് ആണ്. ഏകദേശം 3.8 lakhs AnTuTu സ്കോർ വരുന്ന ഈ ഫോണിൽ സ്റ്റോറേജ് സ്കോർ മാത്രം കുറവാണ്. അതിൻ്റെതായ പോരായ്മകൾ UI യൂസ് ചെയ്യുമ്പോഴും മനസ്സിലാവും. യെസ്, UI റിയൽമി UI 6 ആണ്. Android 15 ബേസ് ചെയ്തിട്ട് കാണുമ്പോൾ വിഷ്വലി നല്ല അപ്പീലിംഗ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ സ്റ്റട്ടേഴ്സ്, ലാഗ്സ്, ഒക്കേഷണലി ഓപ്പൺ ആയി വരാനായിട്ടുള്ള സ്ലോനെസ്, ഇതേമാരത്തെ പരിപാടികളെല്ലാം ഒരു ബഡ്ജറ്റ് ഫോണിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിലും കണ്ടുവരുന്നുണ്ട്. ഓൾറെഡി UI കുറച്ച് പാടുപെടുന്നതിന്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, ഹോട്ട് ആപ്പ്, ഹോട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് ഉണ്ട്. ഫോൺ ഓൺ ആക്കി നെറ്റ് കണക്ട് ചെയ്താൽ അപ്പോൾ തുടങ്ങും ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. സോ അതൊക്കെ ഇരുന്ന് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് കിട്ടും. പാൻഡ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫ്രണ്ട് ഡിസ്പ്ലേയുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു പഞ്ച് ഹോൾ ക്യാമറ കാണാം. 8 മെഗാ പിക്സലിൻ്റെതാണ്. നിങ്ങൾ കാണുന്ന പോലത്തെ ഇത്തരത്തിലുള്ള സെൽഫീസ് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് 1080p 30fps വീഡിയോ എടുക്കാൻ പറ്റും. ബട്ട് ഇതിന്റെ ഹൈലൈറ്റ് ആണ് ഈ സ്ലിം ആയിട്ടുള്ള ഫോം ഫാക്ടറി കൊടുത്തിരിക്കുന്ന 6000 mAh ബാറ്ററി. ബാറ്ററിയുടെ കാര്യത്തിൽ മാത്രം ഒന്നും പറയാനില്ല. സുഖമായിട്ട് നിങ്ങൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 ദിവസം വരെ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് നിൽക്കും. പക്ഷേ ഉപയോഗിച്ച് ഇതിന്റെ ബാറ്ററി മുഴുവൻ ഡ്രെയിൻ ആക്കി കഴിഞ്ഞാൽ 100% വരെ ചാർജ് ചെയ്യാൻ കുറച്ച് ക്ഷമ വേണം. ഒരു 2-2.5 മണിക്കൂറോളം എടുക്കും. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് അഡാപ്റ്റർ നിങ്ങൾക്ക് ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലിപ്പായി പോവാതിരിക്കാനായിട്ട് ട്രാൻസ്പെറന്റ് TPU കേസും. താഴെയും മുകളിലായിട്ട് നിങ്ങൾക്ക് 2 മൈക്രോഫോൺസ് കൊടുത്തിട്ടുണ്ട് നോയ്സ് ക്യാൻസലേഷന് വേണ്ടി. സൈഡിലായിട്ട് സിം ട്രേ ഉണ്ട്. ഡ്യുവൽ സിം ഇടാൻ പറ്റും, SD കാർഡ് ഇടാൻ പറ്റും, 2 TB വരെ എക്സ്പാൻഡ് ചെയ്യാം. അതേപോലെ ഡ്യുവൽ ബാൻഡ് വൈഫൈ ഉണ്ട്. ഡ്യുവൽ സിമ്മിലും 5G കിട്ടും. സൈഡിൽ പവർ ബട്ടണിൽ തന്നെയാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത്. അത്യാവശ്യം ഡീസെന്റ്ലി ഫാസ്റ്റ് ആണ്. പ്ലസ് ബിൽഡ് ക്വാളിറ്റിയും കൊള്ളാം. IP64 റേറ്റഡ്. അത്യാവശ്യം 10,000 രൂപയ്ക്ക് കുഴപ്പമില്ലാത്ത ഒരു ഫോൺ ഇറക്കി. ഇതിന്റെ കൂടെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ സാധനവും കൂടി അവർ ഇറക്കി. റിയൽമി ബഡ്സ് T200X. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള കേസ്. ഇതിനും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഈ സാധനത്തിൽ നിങ്ങൾക്ക് 25 dB നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. 25 dB നോയ്സ് ക്യാൻസലേഷൻ may not be that good, പക്ഷേ ഫോർ എ ബഡ്ജറ്റ് പ്രൈസ് പോയിന്റ് നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നുണ്ടല്ലോ. എന്നാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ സൗണ്ട് ഔട്ട്പുട്ട് കൊള്ളാം. നല്ല ബേസ് കിട്ടുന്നുണ്ട്. ഏകദേശം 12.4mm ഒരു വലിയ ഡ്രൈവർ ആയതുകൊണ്ട് കൊള്ളാം. ഓഡിയോ ക്വാളിറ്റി വൈസ് ഒന്നും പറയാനില്ല. ആൻഡ് നിങ്ങൾക്ക് 1 ടൈം കേസ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂർ വരെ ഇത് നിങ്ങൾക്ക് പ്ലേ ബാക്ക് ടൈം തരും. 2 മൈക്ക് ഉണ്ട്. ഏകദേശം ഈ ഒരു ക്വാളിറ്റി കിട്ടും. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് റിയൽമി ബഡ്സ് T200X മൈക്രോഫോൺസിലൂടെയാണ്. ആൻഡ് അറ്റ് എ ടൈം 2 ഡിവൈസ് നിങ്ങൾക്ക് പെയർ ചെയ്യാം. റിയൽമി ലിങ്കിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. അത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാം. റിയൽമി C73 5G സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് ആണ് 9,999. ഏത് 4GB റാം 64GB വേരിയന്റിന്. നമ്മുടെ TWS റിയൽമി T200X സ്റ്റാർട്ട് ചെയ്യുന്നത് 1,399 റുപ്പീസിനാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാം. ഏതിൽ ഫ്ലിപ്കാർട്ടിലുണ്ട്, റിയൽമിയുടെ സൈറ്റിലുണ്ട്. ഈ സെയിം പ്രൈസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്നും മേടിക്കാൻ പറ്റും. 500 റുപ്പീസിന് എന്തോ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരമുള്ളൊരു വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.